Good morning all of you. നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഇംഗ്ലീഷിന്റെ ആദ്യത്തെ മൈക്കൽ ഫെൽപ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ മീനിങ്സ് പിന്നെ അതുപോലെ അതിനകത്തെ ഒരു 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സോളം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ഇനി തരാനുണ്ട്. അത് ടീച്ചർ ഈ ഒരു വീഡിയോയുടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി നമ്മൾ എഴുതിയതിന് കൂട്ടത്തിൽ നമ്പർ ഇട്ട് എഴുതിക്കുക കേട്ടോ. പിന്നെ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് റീഡിംഗ് കംപ്രഷൻ, അതായത് നമ്മളുടെ ആ ചാപ്റ്ററിന്റെ എക്സസൈസ് അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 9 ആണ്. ഓക്കെ. On the basis of your understanding of the biography, choose the correct options. അല്ലേ, നമ്മുടെ മൈക്കൽ ഫെൽപ്സിന്റെ ബയോഗ്രഫി പോലെയാണ് ആ ഒരു ചാപ്റ്റർ പഠിച്ചത്. അപ്പോൾ അതിനകത്ത് നിന്നുമുള്ള സെന്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ച് നോക്കിയിട്ട് തന്നിട്ടുള്ള 3 ഓപ്ഷൻസിൽ നിന്ന് ഏതാണോ കറക്റ്റ് ഉള്ളത് അവിടെ ടിക്ക് ചെയ്യുക. Then first question, who is Michael Phelps? ആരായിരുന്നു മൈക്കൽ ഫെൽപ്സ്? ആരായിരുന്നു? സ്വിമ്മർ ആണല്ലേ, നീന്തൽ അല്ലേ, നീന്തൽ നന്നായിട്ട് നീന്തുന്ന വ്യക്തിയായിരുന്നു ആര്? മൈക്കൽ ഫെൽപ്സ്. അപ്പോൾ ആൻസർ എന്നിട്ട് ഏതാണ്? സി ഓപ്ഷൻ, വേൾഡ് റിനൗണ്ട് സ്വിമ്മിംഗ് ചാമ്പ്യൻസ്. സി ഓപ്ഷൻ, വേൾഡ് റിനൗണ്ട് സ്വിമ്മിംഗ് ചാമ്പ്യൻസ്. ഓക്കെ. Then second question, Michael Phelps' father was. മൈക്കൽ ഫെൽപ്സിന്റെ അച്ഛൻ അല്ലേ എന്തായിരുന്നു? അദ്ദേഹം ആരായിരുന്നു? അവിടെ നോക്കി ആൻസർ ഏതാണെന്ന് അറിയാമോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പാഠം നല്ല രീതിയിൽ പഠിച്ചതാണ്. അപ്പം എന്തായാലും അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. എന്താണ്? എ ഓപ്ഷൻ ആണ്. എ സ്റ്റേറ്റ് ട്രൂപ്പർ ആൻഡ് ആൻ ഓൾ റൗണ്ട് അത്ലറ്റ്. എ സ്റ്റേറ്റ് ട്രൂപ്പർ ആൻഡ് ആൻ ഓൾ റൗണ്ട് അത്ലറ്റ്. ടിക്ക് ചെയ്തോ? Third question, the first stroke mastered by Michael Phelps was the dash. അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്ട്രോക്കിൽ എന്തായിരുന്നു അദ്ദേഹം എന്തിലാണ് വിജയിച്ചത് അദ്ദേഹം? ഓപ്ഷൻ ബി ഓപ്ഷൻ, ബാക്ക് സ്ട്രോക്ക്. ബാക്ക് സ്ട്രോക്ക്. ആദ്യം അദ്ദേഹത്തിന് നീന്താൻ ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അങ്ങനെ അദ്ദേഹത്തിന് തല വെള്ളത്തിലിട്ട് നീന്താനൊക്കെ പേടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഗൈഡ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് പഠിച്ചു ബാക്ക് സ്ട്രോക്ക് നമ്മൾ പഠിച്ചില്ലേ. Then fourth, ADHD stands for dash. ADHD യുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഓപ്ഷൻ ഏതാണ് അവിടെ കറക്റ്റ്? എ ഓപ്ഷൻ അല്ലേ. എന്താണ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓക്കെ. അപ്പൊ അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത് വൊക്കാബുലറി ആണ് കേട്ടോ. വൊക്കാബുലറി. ഓക്കെ, വൊക്കാബുലറി നോക്കിയേ. A word that is made up of 2 or more words is called a compound word. The individual meanings of the words differ from the meaning of the new word that is formed after joining the 2 words. അതായത് a word that is made up of 2 or more word is called a compound word. ഒരു വേർഡ് എന്ന് പറയുന്നത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേർഡ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. സോ അണ്ടർലൈൻ ദ സെന്റൻസ്. എ വേർഡ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more, രണ്ടോ അതിലധികമോ വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു വേർഡ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. The individual meaning of the words differs from the meaning of the new word that is formed after joining the 2 words. അല്ലേ, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു രണ്ടോ അതിലധികമോ വേർഡ്സ് കൂടി ചേരുമ്പോഴായിരിക്കും അല്ലേ. അപ്പൊ ആ 2 വേർഡ്സിനകത്ത് 2 എന്താണ് മീനിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ അത് ജോയിൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് വേറൊരു മീനിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകൂടെ. നോക്കി, എക്സാമ്പിൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദ വേർഡ് ബട്ടർ കപ്പ് അല്ലെ. ഒരു വേർഡ് ആണ് ഏത്? ബട്ടർ കപ്പ് എന്ന് പറയുന്നത്. നോക്കിയേ, ബട്ടർ കപ്പ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിനകത്ത് 2 വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടായത് അല്ലെ. ഏതൊക്കെയാണ്? ബട്ടർ പ്ലസ് കപ്പ്. കണ്ടോ, ഈ 2 വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ ബട്ടർ കപ്പ് എന്നുള്ള ഈ ഒരു വേർഡായിട്ട് രൂപപ്പെട്ടത്. നമ്മൾ മലയാളത്തിൽ പിച്ച് ചെയ്തൊക്കെയൊക്കെ
അതുപോലെയാണ്. ബട്ടർ കപ്പ് എന്നുള്ളത് നമ്മൾ തിരിച്ചെഴുതി അല്ലേ? അതെങ്ങനെയാണ് ബട്ടർ അധികം കപ്പ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതുപോലെ സെയിം ആണ് ഈ ബട്ടറും കപ്പും കൂടെ ചേർന്നിട്ടാണ് ബട്ടർ കപ്പ് എന്നുള്ള ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഉണ്ടായത്. അതുപോലെ നിങ്ങൾക്ക് താഴെ നോക്കിക്കേ, ആദ്യം തന്നിരിക്കുന്ന അവിടെ വാട്ടർ മെലൺ അല്ലേ? വാട്ടർ മെലൺ എന്ന് പറഞ്ഞാൽ അറിയാമോ? തണ്ണിമത്തങ്ങ അല്ലേ? അപ്പൊ നോക്കിയേ, വാട്ടർ പ്ലസ് മെലൺ അല്ലെ? ഈ വാട്ടർ പ്ലസ് മെലൺ എന്നുള്ളതിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് എഴുതുകയാണ്. എന്ത്? വാട്ടർ മെലൺ. കണ്ടോ? സെക്കൻഡ് ഹോസ് പ്ലസ് റാഡിഷ്, അതിനെ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. ഹോസ് റാഡിഷ്. കണ്ടോ? അതുപോലെ അടുത്തത് ക്വിക്ക് പ്ലസ് സാൻഡ്, ക്വിക്ക് സാൻഡ്. ഗ്രേപ്പ് പ്ലസ് ഫ്രൂട്ട്, ഗ്രേപ്പ് ഫ്രൂട്ട് അല്ലേ? നിങ്ങൾ ഈ ഗ്രേപ്പ് പ്ലസ് ഫ്രൂട്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്തിരിങ്ങ അല്ലേ? ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴവർഗ്ഗങ്ങൾ. കോമൺ ആയിട്ട് നമ്മൾ എല്ലാ പഴവർഗ്ഗങ്ങളും കൂടെ ചേർത്ത് ഫ്രൂട്ട്സ് എന്ന് പറയും അല്ലെ? അപ്പൊ അതിന് രണ്ടിനും എന്താണ്, ഗ്രേപ്പിനും ഫ്രൂട്ടിനും നമ്മൾ എന്താണ് വെവ്വേറെ പറയുമ്പോൾ എന്താണ് മീനിങ്സ് വേറെയാണ്. ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരിങ്ങ. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗം. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? മുന്തിരിപ്പഴം എന്ന് പറയാം അല്ലേ? മുന്തിരി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആണല്ലേ? അപ്പം മുന്തിരിപ്പഴം എന്ന് നമ്മൾ ഒരുമിച്ച് പറയും. അതുപോലെ ബട്ടർ കപ്പ്. ബട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണല്ലേ? അപ്പോൾ കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ ഒക്കെ കുടിക്കുന്ന കപ്പ്. ബട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് രണ്ടും നമ്മൾ വെവ്വേറെ പറയുമ്പോൾ അതിന് എന്താണ് ഓരോന്നിനും അർത്ഥമുണ്ട്. ഒരുമിച്ച് പറയണ്ടേ ബട്ടർ കപ്പ് അല്ലേ? ബട്ടറിന്റെ ഒരു കപ്പ് അല്ലെ? കപ്പിൽ എന്തായിരിക്കും? ബട്ടർ ആയിരിക്കും അല്ലെ? അപ്പം രണ്ട് വേർഡ്സ്, രണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലോ വേർഡ്സ് ചേർന്നിട്ട് ജോയിൻ ചെയ്ത ഒരു വേർഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്താണ്, അതിലെ ഓരോ വേർഡിനും അല്ലെ, ഇപ്പൊ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വേർഡ്സ് ഉണ്ടെങ്കിൽ ആ ഓരോ വേർഡിനും നമ്മൾ പ്രത്യേകം എഴുതുമ്പോൾ അതിന് ഓരോ മീനിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ജോയിൻ ചെയ്ത് ഒരു വാക്കാകുമ്പോൾ അതിന് വേറൊരു മീനിങ്ങും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതവിടെ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞ ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. നമ്മൾ ഒരുവിധം എല്ലാ സെന്റൻസ് വായിക്കുമ്പോഴും സെന്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം വേർഡ്സ് മേക്കിംഗ് ആണല്ലേ? മേക്കിംഗ് വേർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് സെന്റൻസ് ആയിട്ട് മാറുന്നത് അല്ലേ? കുറെ വേർഡ്സ് ചേർന്നിട്ടാണ് എന്തോ ഒരു സെന്റൻസ് ആയിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത് അല്ലേ? അതായത് ഇപ്പം എന്താണ് ഹി അല്ലെങ്കിൽ ഷീ എന്നുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ റോസ്, പെൻസിൽ, ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു വേർഡ് മാത്രം വെച്ച് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ കുറെ വേർഡ്സ് ചേർന്നിട്ടാണ് സെന്റൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ആ സെന്റൻസിനുള്ള എല്ലാ വേർഡ്സും നമുക്ക് നോക്കുമ്പോൾ അതിൽ കുറെ വേർഡ്സിൽ എന്തായിരിക്കും? ഒരു കോമ്പൗണ്ട് വേർഡ്സ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് അത്രയും മാത്രം ഓർത്തിരിക്കുക. കോമ്പൗണ്ട് വേർഡ്സ് എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് എന്റെ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ഗ്രാമറിനകത്തുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ്, അത് നിങ്ങൾക്ക് വേറെ എടുക്കും കേട്ടോ. പോക്കറ്റ് നമുക്ക് അത്രയുള്ള ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പഠിക്കാം. ചാപ്റ്റർ 2 പോളാർ ബിയർസ്. പോളാർ ബിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മലയാളത്തിൽ ഇപ്പൊ എന്താ ധ്രുവക്കരടി എന്നൊക്കെ പറയും. ധ്രുവക്കരടി വെള്ള രോമമൊക്കെ ഉള്ള മഞ്ഞത്തൊക്കെ ഭയങ്കര മഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ധ്രുവക്കരടി കാണുന്നത്. ടീച്ചർ താണ്ടി ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്, കണ്ടോ? കണ്ടോ? നോക്കിയേ. Have you heard about an animal named Urs maritimus that weighs approximately 415 kilograms, is white in color and can run at a speed of 10 kilometers per hour? അതായത് have you heard about an animal named Urs maritimus that weighs approximately 415 kilograms, is white in color and can run at a speed of 10 kilometers per hour? നിങ്ങൾ ഏകദേശം 450 കിലോഗ്രാം വെയിറ്റ്, അതായത് ഭാരം. നമുക്കൊക്കെ എത്ര ഉണ്ടായിരിക്കും? നിങ്ങളുടെയൊക്കെ വെയിറ്റ് ഒക്കെ എത്ര ആയിരിക്കും? നമുക്ക് ഓരോരുത്തർക്ക് വെയിറ്റ് ഉണ്ടല്ലേ? ഒരു ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ഒരു 30 കിലോയോ ഒക്കെ അങ്ങനെ അടുപ്പിച്ചും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ
കിലോഗ്രാം വെയിറ്റ്. എന്ത് വെയിറ്റ് ആയിരിക്കും അല്ലേ? 450 കിലോഗ്രാം ഭാരമുള്ള വെളുത്ത നിറത്തിലുള്ള അല്ലെ നല്ല വെള്ള നിറത്തിലുള്ള മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ 10 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഉർസ് മാരിറ്റിമസ്. എന്താണ് ഉർസ് മാരിറ്റിമസ് എന്ന ഒരു മൃഗത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തൊരു വലിയ മൃഗമായിരിക്കും. അപ്പം 450 കിലോഗ്രാം വെയിറ്റ്, ഭയങ്കര വെളുത്ത നിറത്തിലുള്ള രോമങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു മണിക്കൂർ 10 കിലോമീറ്റർ കൂടുതൽ അല്ലെ, മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ തന്നെ ഓടാൻ പറ്റുന്ന ഉർസ് മാരിറ്റിമസ് എന്റെ പേരുള്ള മൃഗത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉർസ് മാരിറ്റിമസ് എന്ന് പറഞ്ഞ മൃഗത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോഴേ കേൾക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, we are talking about the polar bears. നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്തിനെ പറ്റിയിട്ടാണ്? ധ്രുവക്കരടി. ധ്രുവക്കരടിയാണ് ഈ ഉർസ് മാരിറ്റിമസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉർസ് മാരിറ്റിമസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഈ പോളാർ ബിയേഴ്സ്. പോളാർ ബിയേഴ്സിന്റെ മലയാളം ധ്രുവക്കരടി. ധ്രുവക്കരടിയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പം ധ്രുവക്കരടിക്കാണ് 450 കിലോഗ്രാം വെയിറ്റ്, അതുപോലെ നല്ല വെള്ള നിറവാണ്, മണിക്കൂർ 10 കിലോമീറ്റർ വേഗതയിൽ അതിൽ കൂടുതൽ ഓടാൻ കഴിയുന്ന ഒരു വലിയ മൃഗം. അതാണ് എന്ത്? ഉർസ് മാരിറ്റിമസ് എന്ന പേരുള്ള ധ്രുവക്കരടി, പോളാർ ബിയേഴ്സ്. നോക്കിയേ, where do polar bears live and how do they survive the cold? നിങ്ങൾക്ക് അറിയാമോ ഈ പോളാർ ബിയേഴ്സ് അല്ലെങ്കിൽ ധ്രുവക്കരടി എവിടെയാണ് താമസിക്കുന്നത്? How do they survive the cold? തണുപ്പിനെ അതിജീവിക്കാൻ ഇവയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അറിയാമോ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. Polar bears are only found in the Arctic belt. It is one of the coldest places on earth and hence they have a thick coat of insulated fur. Below this is a layer of fat which protects them further from the cold. The bottom of a polar bear's paws are also covered with fur to protect them from cold surfaces and to provide a firm grip on the ice. The white of its fur acts as a camouflage in the snow. But did you know that these white bears have black skin under them to soak the sun's rays better? There are around 20,000 to 25,000 polar bears in the world. Okay, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോളാർ ബിയേഴ്സ് കാണുന്നത് എവിടെയാണ്, തണുപ്പിനെ എങ്ങനെയൊക്കെയാണ് ഇവ അതിജീവിക്കുന്നത്. അപ്പൊ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി സ്ട്രക്ചർ തന്നെ എന്താണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതാണ് പറയുന്നത്. നോക്കിയേ, പോളാർ ബിയേഴ്സ് ആർ ഓൺലി ഫൗണ്ട് ഇൻ ആർട്ടിക് ബെൽറ്റ്. അല്ലെ, ആർട്ടിക് വലയത്തിൽ മാത്രം, അല്ലെ ആർട്ടിക് ഓഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, മഞ്ഞ് മൂടിയ കടലുകൾ അല്ലെ. അപ്പൊ ഈ ആർട്ടിക് വലയത്തിൽ അങ്ങനെയുള്ള ഭാഗത്താണ് എന്ത്, ഈ പോളാർ ബിയേഴ്സ് കാണപ്പെടുന്നത്. It is one of the coldest places on the earth and hence they have a thick coat of insulated fur. അല്ലെ, നമ്മളുടെ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ആർട്ടിക് ബെൽറ്റ് എന്ന് പറയുന്നത്. കാരണം മഞ്ഞ് അല്ലെ, മഞ്ഞ് മലയും ഐസും അങ്ങനെയാണ് അല്ലേ. അവിടുത്തെ സമുദ്രങ്ങളൊക്കെ എന്താണ് തണുപ്പ് കാരണം വെള്ളമൊക്കെ എന്താണ് ഐസായിട്ട് കിടക്കണം. അത്രയ്ക്ക് നമ്മുടെ ഭൂമിയിലെ വലിയ തണുപ്പുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആർട്ടിക് ബെൽറ്റ് ഭാഗങ്ങൾ. അപ്പൊ അവിടെയാണ് ഈ പോളാർ ബിയേഴ്സ്, ഈ ധ്രുവക്കരടികളെ കാണപ്പെടുന്നത്. അത് മാത്രമല്ല, അവയ്ക്ക് എന്താണ് അവയുടെ ദേഹത്ത് നമുക്ക് ഇൻസുലേറ്റഡ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഇതുപോലെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള രോമങ്ങൾ, അതായത് അകത്തോട്ട് പെട്ടെന്ന് തണുപ്പൊന്നും അടിച്ചു കയറത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കട്ടിയുള്ള രോമങ്ങളാണ് ഈ പോളാർ ബിയേഴ്സിന്റെ ശരീരത്തിലുള്ളത്. Below this is a layer of fat which protects them further from the cold. അല്ലെ, തണുപ്പിൽ നിന്നും അവരെ കൂടുതൽ സംരക്ഷിക്കും. അല്ലെ, ഭയങ്കര തണുപ്പാണെങ്കിലും ആ തണുപ്പൊന്നും ഏൽക്കാതെ അവയെ സംരക്ഷിക്കുന്ന എന്താണ് ഒരു കൊഴുപ്പ് നിറഞ്ഞ, അല്ലെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, below this is a layer of fat. കണ്ടോ, which protects them further from the cold. അപ്പോൾ ഈ തണുപ്പിൽ നിന്നും അവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊഴുപ്പ് നിറഞ്ഞൊരു പാളിയാണ് അവയ്ക്ക് ഉള്ളത്. കൊഴുപ്പ് നിറഞ്ഞൊരു പാളി പോലെ അവയുടെ ശരീരത്തിന് താഴെ ഇങ്ങനെ ഉണ്ട്. The bottom of a polar bear's paws are also covered with fur to protect them from cold surfaces and to provide a firm grip on the ice. അതായത് ഇവിടെ പറയുന്നത്, നമ്മൾ പറഞ്ഞു ആർട്ടിക് ഓഷൻ അല്ലെങ്കിൽ ആർട്ടിക് റീജിയൻ അല്ലെങ്കിൽ ആർട്ടിക് ബെൽറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞത്.
അപ്പൊ ഇവ നടന്നു പോകുമ്പോൾ ഈ ഐസിന്റെ മുകളിൽ കൂടെ ഒക്കെ ആയിരിക്കും നടന്നു പോകുന്നത്. നിങ്ങൾ ഇവിടെ സൈഡിൽ പിക്ചർ തന്നെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഒരു ഐസ് മലയുടെ മുകളിലാണ് ഇത് നിൽക്കുന്നത് അല്ലെ. അപ്പം ഈ തണുത്ത പ്രതലങ്ങളിൽ നിന്നും ഇവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അത് മാത്രമല്ല ഈ ഐസാണ്. ഐസ് എന്ന് പറയുമ്പോൾ എന്താണ്, പെട്ടെന്ന് ചവിട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും അല്ലെ. അപ്പം അവ ഈ നടന്നു പോകുന്നതിന്, ഈ ഐസിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിന്, കാലൊക്കെ ഉറപ്പിച്ചിങ്ങനെ നടന്നു പോകുന്നതിനൊക്കെ സഹായിക്കുന്ന എന്താണ് ഒരു ശരീര പ്രകൃതിയാണ് എന്തെന്ന് പറയുന്നത് ഇവയ്ക്ക് ഉള്ളത്. The white of its fur acts on flesh in the snow അല്ലെ. അതായത് ഇവയുടെ രോമങ്ങൾക്ക് എന്താണ് നല്ല വെള്ള നിറമാണെന്ന് പറഞ്ഞ അല്ലെ. അതായത് ഇവയുടെ ഈ വെള്ള നിറത്തിലുള്ള ഈ രോമം എന്താണ് അവയ്ക്ക് ഒരു മറവായിട്ട് ഈ തണുപ്പിൽ നിന്നൊക്കെ അവയെ മറച്ചു പിടിക്കുന്നതായിട്ട് ഇവയെ സംരക്ഷിക്കും. നമുക്കറിയാം നമ്മൾ ഭയങ്കര തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സെറ്ററൊക്കെ ഉപയോഗിക്കല്ലേ അല്ലെ. അപ്പം നമുക്ക് എന്താണ് ആ തണുപ്പ് പെട്ടെന്ന് ഏകദേശം നമ്മൾ സെറ്ററൊക്കെ ഇല്ല. അപ്പൊ അതുപോലെ ഇവയുടെ ഈ വെള്ള രോമങ്ങൾ ആ ഒരു സെറ്റർ പോലെ ഇവയുടെ ശരീരത്തിന് എന്ത് ചെയ്യും, ഈ തണുപ്പിൽ നിന്ന് രക്ഷിക്കും. ഈ കംപ്ലീറ്റ്സിന് പറഞ്ഞാൽ ഹൈഡ് ഓർ ഡിസ്ഗൈസ് ഓൺ ഹിസ് പ്രസൻസ് അല്ലെ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇപ്പൊ തണുപ്പിൽ നിന്ന് അവയെ മറച്ച് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവയുടെ അദ്ദേഹത്തുള്ള വെള്ള രോമങ്ങൾ അവയെ സഹായിക്കുന്നത്. But did you know that these white bears have black skin under them to soak the sun's rays better അല്ലെ. അത് മാത്രമല്ല നിങ്ങൾക്കറിയാമോ ഒന്ന്, എന്താണ് ഈ വെളുത്ത കരടി ഉണ്ടല്ലോ, എന്താണ് ബിയർ, കരടിയാണല്ലേ. അപ്പൊ ഈ വെളുത്ത ഈ രോമങ്ങളോട് കൂടി ഈ കരടികൾക്ക് ഈ സൂര്യപ്രകാശം ഉണ്ടല്ലോ, ഈ സൂര്യന്റെ പ്രകാശം, ഈ സൂര്യപ്രകാശത്തിന്റെ ആ കിരണങ്ങള് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിന് ഈ വെളുത്ത ഈ എന്താണ് രോമങ്ങൾക്ക് അടിയിലായിട്ട് കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം സൂര്യപ്രകാശം പെട്ടെന്ന് ആഗിരണം ചെയ്യുന്ന നിറം എന്ന് പറയുന്നത് ഏതാണ്, കറുപ്പാണ് അല്ലെ. അപ്പം ഇവിടെ ഈ ശരീരത്തിൽ എന്താണ് പുറമേ നല്ല വെളുത്ത രോമങ്ങൾ പോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന് അടിയിലായിട്ട് എന്താണ് ചെറിയ കറുപ്പ് നിറത്തിലുള്ളതുണ്ട്. അതെന്താണ് സൂര്യന്റെ പ്രകാശം നന്നായിട്ട് അവ ആഗിരണം ചെയ്യാനായിട്ട്. അപ്പൊ ഈ സൂര്യപ്രകാശം നന്നായിട്ട് ആഗിരണം ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിനൊരു ചൂട് കിട്ടും അല്ലെ. അപ്പൊ ഈ തണുപ്പിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും, അങ്ങനെയും സംരക്ഷണം കിട്ടും. There are around 20,000 to 25,000 polar bears in the world. നമ്മുടെ ഈ ലോകത്ത് ഏകദേശം 20,000 തൊട്ട് 25,000 വരെ എന്തുണ്ട്, ഈ പോളാർ ബിയേഴ്സ് ധ്രുവക്കരടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പറഞ്ഞുകൂടെ വായിക്കാം. Have you heard about an animal named Ursus maritimus that weighs approximately 415 kilograms, is white in color and can run at a speed of 10 kilometers per hour? Where we are talking about the polar bears അല്ലെ. നമ്മൾ ഏകദേശം 450 കിലോഗ്രാം ഭാരമുള്ള അല്ലെ എന്താണ് വെളുത്ത നിറത്തിലുള്ള മണിക്കൂറിൽ എന്താണ് 10 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്ന Ursus maritimus എന്ന പേരുള്ള ധ്രുവക്കരടിയെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ പഠിച്ചത്. Where do polar bears live and how do they survive the cold? Polar bears are only found in the Arctic belt. It is one of the coldest places on the earth and hence they have a thick coat of insulated fur. അല്ലെ. ഈ ധ്രുവക്കരടി സാധാരണ കാണപ്പെടുന്നത് ആർട്ടിക് മേഖലയിലാണ്. നമ്മുടെ ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ആർട്ടിക് മേഖല അല്ലെ. അപ്പൊ അവിടെ കാണപ്പെടുന്ന വെളുത്ത നിറത്തിലുള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പുറമേ നല്ല കട്ടിയുള്ള ഇൻസുലേറ്റഡ്, തണുപ്പൊന്നും പെട്ടെന്ന് അകത്തോട്ട് അടിച്ച് കയറാത്ത നല്ല കട്ടിയുള്ള രോമങ്ങളോട് കൂടിയാണ് ഈ പോളാർ ബിയേഴ്സ് എന്ന് പറയുന്നത്. Below this is a layer of fat which protects them further from the cold. The bottom of a polar bear's paws are also covered with fur to protect them from cold surfaces and provide a firm grip on the ice. അല്ലെ. അതായത് തണുപ്പിൽ നിന്നും ഈ ധ്രുവക്കരടികളെ രക്ഷിക്കാനായിട്ട് എന്തുണ്ട്, വളരെ കൊഴുപ്പ് നിറഞ്ഞ രീതിയിലുള്ള രോമങ്ങളോട്, വെളുത്ത രോമങ്ങളോട് കൂടിയതാണ് ഇവയുടെ ഈ പുറമേ കാണപ്പെടുന്നത്. അത് മാത്രമല്ല തണുപ്പ് പ്രതലങ്ങളിൽ ചവിട്ടിക്കൊണ്ട്, ഈ മഞ്ഞ് ചവിട്ടിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് അവയുടെ കാലുകളും ഒക്കെ ഉള്ളത്. Then the white of its fur acts as a complete in the snow അല്ലെ. അതായത് എന്താണ് അതിന്റെ രോമങ്ങൾ വെള്ള നിറത്തിലാന്ന് പറഞ്ഞല്ലേ, അതെന്താണ് ഈ തണുപ്പിൽ നിന്ന് ഒരു മറവായിട്ട് അവയെ സംരക്ഷിക്കുന്നു. But did you know that these white bears have black skin under the soak of the sun's rays better? അല്ലെ. അവയുടെ മുകളിൽ കാണുന്ന ഈ സോക്ക് അല്ലെ, ഇൻസുലേറ്റഡ് സോക്ക് അല്ലെ, എന്താണ് ഈ പുറമെയുള്ള ഈ ഒരു വെളുത്ത നിറത്തിലുള്ള രോമങ്ങൾക്ക് താഴെയായിട്ട് എന്താണ് കറുപ്പ് നിറത്തിലുള്ളവയുണ്ട്. അതെന്താണ് സൂര്യപ്രകാശത്തിലെ കിരണങ്ങളെ നന്നായിട്ട് ആഗിരണം ചെയ്യാൻ ഇവയെ സഹായിക്കുന്നു. There are around 20,000 to 25,000 polar bears in the world. ഈ ഒരു ലോകത്ത് ഏകദേശം 20,000 തൊട്ട് 25,000 വരെ ധ്രുവക്കരടികൾ ഉണ്ടെന്നാണ് ഏകദേശം ഉള്ളൊരു കണക്ക്. Then അടുത്തത് what do they eat? ഇനി ഇവയുടെ ആഹാരം എന്താണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ,
The main diet of polar bears comprises fat, land and seeds. They feed on the fat and leave the remains of the seals for other animals. They may also eat whale carcasses, walrus and bird eggs. Polar bears have to travel long distance in search of food. അല്ലേ, അപ്പോൾ അവയുടെ ആഹാരം ആണ് പറയാൻ പോകുന്നത്. The main diet of polar bears comprises fat, land and seeds. അല്ലേ, അതായത് ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് കൊഴുപ്പ് നിറഞ്ഞ സീൽസ്. അല്ലേ, എന്താണ് സീൽസ് മീൻസ് മുദ്രകൾ എന്നൊക്കെ പറയാം. അതായത് ഇവിടെ ടീച്ചർ കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. എന്താണെന്നാണ് ഇപ്പോൾ പറയുന്നത്? The main diet of polar bears comprises fat, land and seeds. അല്ലേ, സീൽസ് എന്ന് പറഞ്ഞതാണ് ടീച്ചർ ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്, കുതിര പോലത്തെ ഉള്ള. അപ്പോൾ സീൽസ് ടീച്ചറുടെ പിക്ചർ കാണിക്കുന്നുണ്ടേ. അപ്പം ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞാൽ ഈ സീൽസ് ആണ്. അതായത് ഇതെന്താണ്, വളരെ കൊഴുപ്പ് നിറഞ്ഞതാണ്, ഭയങ്കര കൊഴുപ്പുള്ള ഒന്നാണ് ഈ സീൽസ്. അപ്പം ഇതാണ് എന്ത് നമ്മുടെ ഈ പോളാർ ബിയേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ആഹാരം എന്ന് പറയുന്നത്. They feed on the fat and leave the remains of the seals for other animals. അതായത് ഈ കൊഴുപ്പ് നിറഞ്ഞിട്ടുള്ള ഈ സീൽസിനെ ഇവ എന്ത് ചെയ്യും, ഭക്ഷണമായിട്ട് എടുക്കും. അല്ലെ, എന്നിട്ട് അത് തിന്നിട്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗം, അതായത് ഈ കൊഴുപ്പ് മാത്രമായിരിക്കും ഇത് തിന്നുന്നത്. എന്നിട്ട് ബാക്കിയുള്ള അതിന്റെ അവശിഷ്ടങ്ങൾ, ഈ കഴിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും, മറ്റു മൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ചങ്ങ് ഇട്ടേക്കുന്നത്. കൊഴുപ്പ് മാത്രം തിന്നിട്ട് ബാക്കിയുള്ള എന്താണ് ഭക്ഷണത്തിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചേക്കും. They may also eat whale carcasses, walrus and bird eggs. അതായത് തിമിംഗലം, ഈ തിമിംഗലം ഒക്കെ ഈ എന്താ പറഞ്ഞ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാർക്കസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ്, ജീവനില്ലാത്ത ശരീരങ്ങൾ, തിമിംഗലത്തിന്റെ ഒക്കെ ജീവനില്ലാത്ത ശരീരങ്ങൾ. അതുപോലെ വോൾറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾറസ് ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്, വോൾറസ്. പിന്നെ ഉള്ളത് ബേർഡ് എഗ്, അല്ലെ പക്ഷികളുടെ മുട്ടകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും, ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങളിൽ പെടും. Polar bears have to travel long distances in search of food. അല്ലെ, ഇവ എന്ത് ചെയ്യും, ഭക്ഷണം തേടിയിട്ട് വളരെ ദൂരം ഒക്കെ എന്ത് ചെയ്യും, സഞ്ചരിക്കേണ്ടി വരും. അല്ലെ, തണുപ്പുള്ള പ്രദേശങ്ങൾ. അപ്പൊ എപ്പോഴെപ്പോഴും ആഹാരം അവിടെ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. അപ്പൊ അവ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ദൂരമൊക്കെ എന്ത് ചെയ്യും, സഞ്ചരിക്കേണ്ടിയൊക്കെ വരും. അപ്പോ എന്താണ് പറഞ്ഞത്? The main diet of polar bears comprises fat, land and seals. അല്ലെ, ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരം കൊഴുപ്പ് നിറഞ്ഞിട്ടുള്ള ഈ സീൽസ് ആണ്. They feed on the fat and leave the remains of the seals for other animals. അല്ലെ, ഇവ ഈ കൊഴുപ്പുള്ള ഈ സീൽസിനെ തിന്നിട്ട്, ആ കൊഴുപ്പെല്ലാം തിന്നിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ മറ്റ് മൃഗങ്ങൾക്ക് വന്ന് ഭക്ഷിക്കാൻ വേണ്ടി അവിടെയൊക്കെ ഇട്ടേക്കും. They may also eat whale carcasses, walrus and bird eggs. അല്ലെ, തിമിംഗലം, അല്ലെ ജീവനില്ലാത്ത തിമിംഗലം, അതുപോലെ വോൾറസ്, അതുപോലെ പക്ഷിയുടെ മുട്ടകൾ, ഇതൊക്കെയാണ് അവയുടെ മറ്റ് പ്രധാനപ്പെട്ട ആഹാരം. Polar bears have to travel long distances in search of food. ഇവ എന്ത് ചെയ്യും, അവയുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് വളരെ ദൂരം വരെ എന്ത് ചെയ്യും, സഞ്ചരിച്ച് ആഹാരം തേടി നടക്കും. അടുത്തത് how do they behave? ഇവയുടെ പെരുമാറ്റം, അല്ലെ ഇവ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇവയുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. Polar bears live, hunt and mate in the Arctic Ocean. അല്ലെ, അതായത് ഇവ ജീവിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു ആർട്ടിക് റീജിയൻ, അല്ലെ ആർട്ടിക് മേഖലയിലാണ് ഇവ ജീവിക്കുന്നത്. അതുപോലെ തന്നെ വേട്ടയാടുക എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണത്തിന് വേണ്ടി മറ്റു മൃഗങ്ങളെ പിടിക്കുന്നത്. ഹണ്ട് ആൻഡ് മെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇണ ചേരുക, അല്ലെ അതായത് പുതിയ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക. അല്ലെ, അപ്പം അതെല്ലാം എന്താണ് പ്രധാനമായിട്ട് ആർട്ടിക് റീജിയനിൽ തന്നെ, തണുപ്പുള്ള പ്രദേശങ്ങളിൽ തന്നെ അവ ജീവിക്കുന്നതും ഭക്ഷണം തേടി നടക്കുന്നതും ഒക്കെ എന്താണ് ഈ ആർട്ടിക് റീജിയനിലാണ്. They generally live on their own except when they are breeding and taking care of their cubs. അല്ലെ, അതായത് ഈ അതായത് ഈ എന്താണ് പ്രജനനം നടക്കുന്നത്, പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ആ കുഞ്ഞുങ്ങളെ പരിചരിക്കുകയും അവയ്ക്ക് ആഹാരം കൊടുക്കുകയും അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം എന്താണ് ഈ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഇവയും കാണും. അല്ലെ, അവരുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ വലിയ പോളാർ ബിയേഴ്സ് ആയിരിക്കും. They are extremely strong swimmers but generally do not prefer swimming long distances as this consumes a lot of energy. അല്ലെ, അതായത് ഇവ എന്താണ് ഭയങ്കര നല്ല സ്വിമ്മേഴ്സ് ആണ്. അല്ലെ, ഭയങ്കര സ്ട്രോങ് സ്വിമ്മേഴ്സ്, അതായത് നന്നായിട്ട് നീന്താൻ കഴിയുന്നതാണ് ആർക്ക്, നമ്മുടെ ഈ പോളാർ ബിയേഴ്സിന്. ബട്ട് generally do not prefer swimming long distance as this consumes a lot of energy. പക്ഷേ
ഇവരെന്താണ് ഭയങ്കര ദൂരോട്ടൊന്നും അങ്ങനെ നീന്തത്തില്ല. കാരണം എന്താണ്, ഒരുപാട് നീന്തുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള എനർജി വളരെ കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, മടിച്ചുകളാന്ന് തോന്നുന്നു അല്ലേ, ഒരു എന്താ എനർജി അവരുടെ ശരീരം ഭയങ്കര ക്ഷീണിക്കും എന്നൊക്കെ ഉള്ള പേടി കൊണ്ടായിരിക്കും എന്ത് ചെയ്തില്ല, ഒരുപാട് ദൂരം ഒന്നും അങ്ങനെ നീന്തത്തില്ല. പക്ഷെ ഇവര് നന്നായിട്ട് നീന്തുന്നവരാണ്, നമ്മൾ പറയത്തില്ലേ നന്നായിട്ട് കഴിവുള്ളവരാണ്, പക്ഷെ ഉപയോഗിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതുപോലെ ഇത് നന്നായിട്ട് നീന്തും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, അവരുടെ ശരീരത്തിലെ എനർജി വേസ്റ്റ് ആയിട്ട് പോകുന്നുള്ളത് കൊണ്ട് വളരെ ദൂരം ഒന്നും അങ്ങനെ നീന്തി ഒന്നും പോകത്തില്ല. The hibernation in polar bears is only seen in males and breeding females. അതായത് hibernation എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമുണ്ട് going into a deep sleep during winters to save energy അല്ലേ. അതായത് ഈ പോളാർ ബിയേഴ്സ് എന്ന് പറയുന്നത് മെയിൽസ് എന്ന ആൺവർഗത്തിൽപ്പെട്ട പോളാർ ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ ഈ തണുപ്പുള്ള സമയങ്ങളിൽ ആഹാരം കഴിക്കുക, ഉറങ്ങുക, അവയ്ക്ക് വേണ്ടുന്ന എനർജി അവർ തന്നെ എന്ത് ചെയ്യുക, നേടിയെടുക്കുക. അതാണ് മെയിൽസ്, ഈ ആൺവർഗത്തിലുള്ള പോളാർ ബിയേഴ്സിന്റെ പ്രത്യേകത. പിന്നെ ആൻഡ് ബ്രീഡിംഗ് ഫീമെയിൽസ് ആണെങ്കിൽ എന്താണ്, തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും അവയ്ക്ക് ആഹാരം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. കണ്ടോ? അപ്പോൾ അത് പറഞ്ഞത് ഹൗ ഡു ദേ ബിഹേവ്, എങ്ങനെയാണ് അവരുടെ ഒരു ജീവിത രീതി, അവരുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണ് ചോദിച്ചത്. പോളാർ ബിയേഴ്സ് ലീവ് ഹണ്ട് ആൻഡ് മേറ്റ് ഇൻ ദ ആർട്ടിക് റീജിയൻ. ആർട്ടിക് മേഖലയിൽ ജീവിക്കുകയും അവിടെ തന്നെ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റു ജീവികളെ വേട്ടയാടുകയും അവിടെ തന്നെ ഇണചേരുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു പോളാർ ബിയേഴ്സ്. They generally live on their own except when they are breeding and taking care of their cubs. അതായത് ഇവ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ആ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലെ, അവരുടെ ആഹാരങ്ങളാണെങ്കിലും അവ എവിടെ പോയാലും അവരുടെ കൂടെ നടന്ന് നമ്മുടെ അമ്മമാർ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ അവരുടെ കാര്യങ്ങളെല്ലാം ഈ പോളാർ ബിയേഴ്സ് തന്നെ നോക്കും. They are extremely strong swimmers but generally do not prefer swimming long distance as this consumes a lot of energy. അതായത് ഇവർ നന്നായിട്ട് നീന്താൻ കഴിവുള്ളവരാണ് ആര്, ഈ പോളാർ ബിയേഴ്സ്. പക്ഷേ അവരുടെ എനർജി, അവർ ആഹാരമൊക്കെ കഴിച്ച് ഉണ്ടാക്കിയൊക്കെ എടുത്ത് വെച്ചേക്കുന്ന എനർജി ഒന്നും അങ്ങനെ ഇങ്ങനെ കളയാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തില്ല, ദൂരമായിട്ടൊന്നും അങ്ങനെ നീന്തി ഒന്നും പോകുന്നില്ല. The hibernation in polar bears is only seen in males and breeding females. അതായത് തണുപ്പുള്ള സമയങ്ങളിൽ ഈ ആൺവർഗത്തിൽപ്പെട്ട പോളാർ ബിയേഴ്സ് എന്ത് ചെയ്യും, ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങി എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള എനർജിയൊക്കെ അവർ വീണ്ടെടുക്കും. ഫീമെയിൽ അതായത് പെൺവർഗത്തിലുള്ള പോളാർ ബിയേഴ്സ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞുങ്ങളുടെ രീതിക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതായിട്ടൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇത്രയും പഠിക്കാം കേട്ടോ. ബാക്കി നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാഠം നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. അവിടെ നിങ്ങൾക്ക് 3 മീനിങ്സ് ഉണ്ട്, ടീച്ചർ പറഞ്ഞ കംപ്ലീറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ കർക്കസസ് ഉണ്ട്, ഹൈബർനേഷൻ ഉണ്ട് അല്ലെ. ഈ 3ന്റെയും മീനിങ്സ് നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി എടുത്തിട്ട് അത് പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എന്നാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ താങ്ക് യു. ഓക്കെ, എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണോ? ഇനി നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ സ്റ്റഡി ചെയ്താലോ? പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? നമ്മുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 80. നമ്മൾ ആ ചാപ്റ്ററിലെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ്. ഇന്റർനെറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്തത്. എന്തായിരുന്നു ഇന്റർനെറ്റ്? ടീച്ചർ പറഞ്ഞു തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലേ? എന്തായിരുന്നു ഇന്റർനെറ്റ്? ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ഇല്ലേ? നെറ്റ്വർക്കുകളുടെ അല്ലെങ്കിൽ എന്താണ്, ഒരു ശൃംഖല, നെറ്റ്വർക്കുകളുടെ ഒരു ശൃംഖല. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ ഇന്റർനെറ്റ് ക്യാരി ആൻ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആൻഡ് സർവീസസ്. ഇല്ലേ, ഇന്റർനെറ്റിൽ എന്തുണ്ട്? വിവരങ്ങളുടെയും ഇല്ലേ, വിവര വിഭവങ്ങളുടെയും സേവനങ്ങളുടെ ഒരു വിപുലമായ ശേഖരം നമ്മുടെ എവിടെ ഉണ്ട്? നമ്മുടെ ഇന്റർനെറ്റിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 24/7 ആണ് ഇന്റർനെറ്റിന്റെ സേവനം നമുക്ക് എപ്പോഴും ലഭ്യമാകുന്നുണ്ട്. പിന്നെന്താണ്, ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ് ഇല്ലേ? നമ്മൾ പറഞ്ഞ ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്. കണക്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഡിവൈസസ് ഇല്ലേ? കമ്പ്യൂട്ടറും ഉപകരണങ്ങളും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഡിവൈസസ് ആണ് നമ്മുടെ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ്, ഇന്റർനെറ്റിന്റെ യൂസസ് എന്തൊക്കെയാണ് പറഞ്ഞു. ഇമെയിൽ ഉണ്ട് ഇല്ലേ, ഇൻഫോർമേഷൻ ഉണ്ട്,
ബിസിനസ് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, സർവീസസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്ന ഇന്റർനെറ്റിന്റെ ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇന്റർനെറ്റ് ടേംസ്? ഇന്റർനെറ്റിന്റെ ടേംസിനെ കുറിച്ച് അതിന്റെ ആ ഒരു പലതരത്തിലുള്ള ടേംസ് നമ്മൾ ഇന്റർനെറ്റിലുണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നത് www. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായി www. എന്താ ഈ www എന്ന് വെച്ചാൽ എന്താണ്? എന്താ? വേൾഡ് വൈഡ് വെബ്. അതാണ് ഈ www കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, www stands for വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ്. ഓക്കെ, it is important to know that this is not a synonym for the internet. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ www വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർനെറ്റിന്റെ ഒരു പര്യായപദമല്ല, ഒരു സിനോണിയം അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. The world wide web or just the web is a subset of the internet. ഇന്റർനെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്, ഒരു ഉപവിഭാഗമാണ് നമ്മുടെ ഈ വെബ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. എന്താണ്? ഇന്റർനെറ്റിന്റെ ഒരു പര്യായപദം, ഒരു സിനോണിയം അല്ല, അതിന്റെ ഒരു സബ്സെറ്റ് ആണ് ഈ www വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. നോക്കിക്കേ, it is a system of interlinked hypertext documents that can be accessed through the internet. അപ്പൊ ഇന്റർനെറ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർടെക്സ്റ്റ് ഡോക്യുമെന്റുകളുടെ ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, ഒരു സിസ്റ്റമാണ് ഈ www വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞത് ഇന്റർനെറ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഇന്റർലിങ്ക്ഡ് ഹൈപ്പർടെക്സ്റ്റ് ഡോക്യുമെന്റുകളുടെ എന്താണ് ഒരു സംവിധാനമാണ് നമ്മുടെ ഈ www അല്ലെങ്കിൽ വെബ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? എന്താണ് www എക്സ്പാൻഷൻ ചോദിച്ചാൽ നമുക്ക് എന്തായിരുന്നത്? വേൾഡ് വൈഡ് വെബ്. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഇന്റർനെറ്റിന്റെ ഒരു സിനോണിയം അല്ല, ഇന്റർനെറ്റിന്റെ പര്യായപദമല്ല, മറിച്ച് ഇന്റർനെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്, ഒരു ഉപവിഭാഗമാണ് ഈ വെബ്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. It is a system of interlinked hypertext document that can be accessed through the internet. ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇന്റർലിങ്ക്ഡ് ഹൈപ്പർടെക്സ്റ്റ് ഡോക്യുമെന്റുകളുടെ ഒരു സംവിധാനമാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ വെബ് ബ്രൗസർ. എന്താണ് വെബ് ബ്രൗസർ? എന്താണ് വെബ് ബ്രൗസർ? One can view a web page containing text, image, videos and other multimedia using web browser. അപ്പോൾ വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോസ് എല്ലാം, അതായത് മൾട്ടിമീഡിയ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കാണാൻ സാധിക്കുന്നു. ഓക്കെ, അതായത് ഈ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരാൾക്ക് വെബ് പേജ്, എന്തൊക്കെ അടങ്ങിയ വെബ് പേജുകൾ, ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, അതർ മൾട്ടിമീഡിയ തുടങ്ങിയവയൊക്കെ അടങ്ങിയ വെബ് പേജ് കാണാൻ നമുക്ക് ഈ വെബ് ബ്രൗസർ ഉപയോഗിച്ച് സാധിക്കുന്നു. ഇൻ സിമ്പിൾ വേർഡ്സ്, ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ആക്സസ് ആൻഡ് വ്യൂ ദ വെബ്സൈറ്റ്. നമ്മൾ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് കാണാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. എന്തോ രീതി പറഞ്ഞത്, വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു വെബ് പേജ് നമുക്ക് കാണാൻ സഹായിക്കുന്ന, എന്തടങ്ങിയ വെബ് പേജ്? ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ അല്ലെങ്കിൽ അതർ മൾട്ടിമീഡിയ അടങ്ങിയ ഒരു വെബ് പേജ് കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു വെബ്സൈറ്റ് നമുക്ക് കാണാനും അത് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ആക്സസ് ആൻഡ് വ്യൂ ദ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് കാണാനും ആക്സസ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, അതാണ് എന്തെന്ന് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് വിളിക്കുന്നത്. അപ്പൊ www എന്താണെന്ന് നമുക്ക് മനസ്സിലായി, വെബ് ബ്രൗസർ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ നോക്കിക്കേ, മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് ആർ സം എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസർ. അപ്പോൾ വെബ് ബ്രൗസറിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് ആൻഡ് സം എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസർ. ഇതൊക്കെ നമുക്ക് വെബ് ബ്രൗസറിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ വെബ് ബ്രൗസർ എന്താണ് ക്ലിയർ ആയി.
നെക്സ്റ്റ് വൺ HTTP. എന്താണ് HTTP? എന്താണ് HTTP എന്ന് വെച്ചാൽ എന്താ? HTTP എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ? HTTPയുടെ എക്സ്പാൻഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതാണ് HTTPയുടെ എക്സ്പാൻഷൻ. It is a protocol used to transfer data on the internet. അപ്പോൾ ഇന്റർനെറ്റിലൂടെ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ HTTP എന്ന് പറയുന്നത്. എന്താണ്? It is a protocol used to transfer data on the internet. അപ്പോൾ ഇന്റർനെറ്റിൽ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ HTTP. ഓക്കെ, നെക്സ്റ്റ് വൺ IP അഡ്രസ്. എന്താണ് IP അഡ്രസ്? എന്താ IP അഡ്രസ്? An IP address is a unique number provided to each system connected to the internet. അപ്പോൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഓരോ സിസ്റ്റത്തിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിക് നമ്പർ ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ IP അഡ്രസ് അടിച്ചു കൊടുത്താൽ ആ കമ്പ്യൂട്ടറിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അത് എവിടെയാണ്, അത് ആ കമ്പ്യൂട്ടറിന്റെ സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ അത് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ IP അഡ്രസ് വെച്ച് സാധിക്കും. അപ്പോൾ എന്താണ് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ? ഒരു യൂണിക് നമ്പർ ആണ്. നമ്മൾ ഓരോ സിസ്റ്റത്തിനും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഓരോ സിസ്റ്റത്തിനും നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു യൂണിക് നമ്പർ ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. An example of an IP address is 207.169.6.16. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ഈ ഓരോ സിസ്റ്റത്തിനും IP അഡ്രസ് കൊടുക്കുന്നത്. എന്തുമായിട്ട്? ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഓരോ സിസ്റ്റത്തിനും നമ്മൾ IP അഡ്രസ് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ IP അഡ്രസ് എന്താണ്? An IP address is a unique number provided to each system connected to the internet. ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഓരോ സിസ്റ്റത്തിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിക് നമ്പർ ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ URL. എന്താണ് URL? എന്താണ് URL? എന്താ URL? എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് ഈ URLന്റെ എക്സ്പാൻഷൻ. അപ്പോൾ URLന്റെ എക്സ്പാൻഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് എ സ്പെസിഫിക് റിസോഴ്സ് ഓൺ ദ ഇന്റർനെറ്റ്. അതായത് എന്താണ്? ഇന്റർനെറ്റിൽ എന്തിന്റെയെങ്കിലും ഒരു പ്രത്യേക ഉറവിടം കണ്ടെത്താൻ, ഇല്ലേ, അതിന്റെ റിസോഴ്സ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് ഇന്റർനെറ്റിൽ എന്തിന്റെയെങ്കിലും റിസോഴ്സ് ഉറവിടം നമുക്ക് അറിയണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു URL, യൂണിഫോം റിസോഴ്സ് locator. അപ്പോൾ URL is uniform resource locator. It is used to locate a specific resource on internet. ഇന്റർനെറ്റിലെ എന്തെങ്കിലും പ്രത്യേക ഉറവിടം നമ്മൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നെക്സ്റ്റ് വൺ HTML. HTML എന്തുണ്ട്? എക്സ്പാൻഷൻ ഉണ്ട്, ഇല്ലേ? എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എന്താണ് HTML എക്സ്പാൻഷൻ? എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, HTML. നോക്കിക്കേ, ഇറ്റ് ഈസ് ദ ബേസിക് ലാംഗ്വേജ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ്സൈറ്റ്. അതായത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് ലാംഗ്വേജ്, അടിസ്ഥാന ഭാഷ, അതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന അടിസ്ഥാന ഭാഷയാണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എന്താണ്? ഇറ്റ് ഈസ് the basic language used to create website. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അല്ലേ? ബേസിക് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇപ്പൊ ഇന്റർനെറ്റിന്റെ ടേംസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ എന്തോ പറഞ്ഞത്? WWW, വേൾഡ് വൈഡ് വെബ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു, എന്താന്ന് പറഞ്ഞു, അല്ലേ? എന്താ? ഇന്റർനെറ്റിന്റെ സിനോണിയം അല്ല, ഇന്റർനെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലേ, ഇന്റർലിങ്കിന്റെയും ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റിന്റെയും ഒക്കെ ഒരു സംവിധാനം, അതാണ് WWW എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ വെബ് ബ്രൗസർ എന്താണെന്ന് പറഞ്ഞു. എന്താണ്? നമുക്ക് വെബ് ബ്രൗസർ ഉപയോഗിച്ച് ഒരു വെബ് പേജിലുള്ള, അതായത് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, മൾട്ടിമീഡിയ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള വെബ് പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആക്സസ്
ചെയ്യാനും കാണാനും ആക്സസ് ചെയ്യാനുള്ള അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതായത് ഇന്റർനെറ്റിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ HTTP. ഓക്കെ, നെക്സ്റ്റ് വൺ IP അഡ്രസ്സസ്. എന്താണ് IP അഡ്രസ്? ഒരു യൂണീക് നമ്പർ ആണ്. നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണീക് നമ്പർ ആണ് IP അഡ്രസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ URL. എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്താണത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് എ സ്പെസിഫിക് റിസോഴ്സ് ഓൺ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലുള്ള എന്തെങ്കിലും പ്രത്യേക ഉറവിടം കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് URL എന്ന് പറയുന്നത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നെക്സ്റ്റ് വൺ HTML. എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതായത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബേസിക് ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെബ് പേജ്. എന്താണ് വെബ് പേജ്? എന്താ വെബ് പേജ് എന്ന് വെച്ചാൽ എന്താ? എ വെബ് പേജ് ഈസ് എ ഡോക്യുമെന്റ് അവൈലബിൾ ഓൺ ദ വേൾഡ് വൈഡ് വെബ്. www അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? വെബ് പേജ് എന്ന് പറയുന്നത്. They can be viewed using by web browser. അപ്പോൾ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെബ് പേജ് കാണുന്നത്, വ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വെബ് പേജ് എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് വെബില് www അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് വെബ് പേജ് എന്ന് പറയുന്നത്. They can be viewed by using web browser. വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെബ് പേജ് കാണുന്നത്. A web page can contain vast information including text, graphics, audio, video and hyperlink. അപ്പം ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ, ഹൈപ്പർലിങ്ക് എന്നിവയൊക്കെ അടങ്ങിയ എന്നിവയോട് കൂടി അല്ലെങ്കിൽ എന്നിവ ഉൾപ്പെടുന്ന ഒരു വാസ്റ്റ് ഇൻഫർമേഷൻ എന്തിലുണ്ട്? നമ്മുടെ വെബ് പേജിൽ അടങ്ങിയിട്ടുണ്ട്. വെബ് പേജിൽ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ, ഹൈപ്പർലിങ്ക് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഇൻഫർമേഷൻ ഒരു വിപുലമായ വിവരങ്ങൾ നമ്മുടെ ഈ ഒരു വെബ് പേജിൽ അടങ്ങിയിരിക്കുന്നു. വെബ് പേജ് ആർ റിട്ടൺ ഇൻ HTML ആൻഡ് ആർ ട്രാൻസ്ലേറ്റഡ് ബൈ ദ വെബ് ബ്രൗസർ. അപ്പൊ നമ്മൾ HTML ആണ് വെബ് പേജിൽ എഴുതുന്നത്. വെബ് പേജിൽ എഴുതുന്നത് HTML യൂസ് ചെയ്താണ്. അതായത് നമ്മുടെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ബേസിക് ലാംഗ്വേജ് ആയ HTML ഉപയോഗിച്ചാണ് നമ്മൾ വെബ് പേജ് റൈറ്റ് ചെയ്യുന്നത്. അത് വെബ് ബ്രൗസർ ആണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെബ് പേജിന്റെ കാര്യം പറഞ്ഞു. വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്. www അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് വെബ് പേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വെബ് പേജ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞത്? അതായത് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വീഡിയോ, ഓഡിയോ, ഹൈപ്പർലിങ്ക് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു വിപുലമായ വിവരങ്ങൾ നമ്മുടെ വെബ് പേജിൽ അടങ്ങിയിരിക്കുന്നു. വെബ് പേജിൽ നമ്മൾ എഴുതുന്നത് HTML ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അത് വെബ് ബ്രൗസർ ആണ് പിന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് വെബ് പേജ്. രണ്ട് തരത്തിലുള്ള വെബ് പേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ, there are two type of web pages. രണ്ട് തരത്തിലുള്ള വെബ് പേജ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് വെബ് പേജ്. എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ്? നോക്കിക്കേ, എന്താ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റാറ്റിക് വെബ് പേജ് shows the same content each time they are viewed. അതായത് നമ്മൾ ഓരോ തവണ കാണുമ്പോഴും ഒരേ ഉള്ളടക്കം തന്നെ ആയിരിക്കും ഈ സ്റ്റാറ്റിക് വെബ് പേജ് നമുക്ക് കാണിച്ചത്. നമ്മൾ ഓരോ തവണ വെബ് പേജിൽ നോക്കുമ്പോഴും നമുക്ക് ഒരേ ഉള്ളടക്കം തന്നെ കാണാൻ പറ്റില്ലേ? സെയിം കണ്ടന്റ് തന്നെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള വെബ് പേജിനാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വിളിക്കുന്നത്. എന്താ സ്റ്റാറ്റിക് വെബ് പേജ്? സ്റ്റാറ്റിക് വെബ് പേജ് shows the same content each time they are viewed. ഓരോ തവണ നമ്മൾ കാണുമ്പോഴും നമുക്ക് സെയിം കണ്ടന്റ് തന്നെ കാണിച്ചു തരുന്ന വെബ് പേജിനാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വിളിക്കുന്നത്. നമുക്ക് മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഡൈനാമിക് വെബ് പേജ്. എന്താണ് ഡൈനാമിക് വെബ് പേജ്? നോക്കിക്കേ, എന്താ ഡൈനാമിക് വെബ് പേജ്? The content in dynamic web page change each time they are viewed. അതായത് നമ്മൾ എന്താണ്, നമുക്ക് ഇങ്ങനെ വ്യത്യസ്തമായ ഉള്ളടക്കം നമ്മൾ ഓരോ തവണ കാണുമ്പോഴും വെബ് പേജിലെ കണ്ടന്റ് എന്തായിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? മാറിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള വെബ് പേജാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജ് എന്ന് വിളിക്കുന്നത്. ഓരോ തവണ നമ്മൾ കാണുമ്പോഴും അല്ലേ പല പല കണ്ടന്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അങ്ങനെയുള്ള വെബ് പേജിനാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ് പേജ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് എ വെബ് പേജ്? ഈസ് എ ഡോക്യുമെന്റ് അവൈലബിൾ ഓൺ ദ വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിൽ കാണുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് വെബ് പേജ് എന്ന് പറയുന്നത്. വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് ഈ വെബ് പേജ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ വെബ് പേജിനകത്ത് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ, ഹൈപ്പർ ലിങ്ക് തുടങ്ങിയവയൊക്കെ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ വിവരങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ HTML ആണ് നമ്മുടെ ഈ വെബ് പേജ് റൈറ്റ് ചെയ്യുന്നത്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരാണ്? വെബ് ബ്രൗസർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ഓഫ് വെബ് പേജ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് സ്റ്റാറ്റിക് വെബ് പേജ്. എന്താ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന് എന്താ? നമ്മൾ ഓരോ തവണ കാണുമ്പോഴും സെയിം കണ്ടന്റ് ആണ് നമുക്കത് വീണ്ടും വീണ്ടും കാണുന്നെങ്കിൽ അത് സ്റ്റാറ്റിക് വെബ് പേജ് ആണ്. ഡൈനാമിക് ആകുമ്പോഴോ നമ്മൾ ഓരോ തവണ കാണുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നമുക്ക് കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് വെബ്സൈറ്റ്. എന്താണ് വെബ്സൈറ്റ്? നമുക്കിനി വെബ്സൈറ്റ് എന്താണെന്ന് നോക്കാം. വെബ്സൈറ്റ് നോക്കിക്കേ, എന്താണ് വെബ്സൈറ്റ്? വെബ്സൈറ്റ് refers to a collection of one or more web pages grouped under the same domain name. അതായത് എന്താണ്? നമ്മൾ ഒരേ ഡൊമൈൻ നാമത്തിൽ അല്ലെങ്കിൽ നെയിമിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഒന്നോ അതിലധികമോ വെബ് പേജുകളുടെ ആ ഒരു ശേഖരത്തെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത്. വെബ്സൈറ്റ് refers to a collection of one or more web page grouped under the same domain. അതായത് ഒരേ ഡൊമൈൻ നെയിമിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ഒന്നോ അതിലധികമോ വെബ് പേജുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത്. വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ എന്താണ് ഇപ്പൊ www. എന്താ നമ്മൾ ആമസോൺ, അതുപോലെ ഫ്ലിപ്കാർട്ട് നമുക്കറിയാം. അതൊക്കെ വെബ്സൈറ്റ് നമുക്ക് അറിയാമെന്നില്ലേ? .government.org എന്നൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പം വെബ്സൈറ്റ് എന്ന് വെച്ചാൽ എന്താ ടീച്ചർ പറഞ്ഞത്? ഒരേ ഡൊമൈൻ നെയിമിൽ ഗ്രൂപ്പ് ചെയ്യപ്പെട്ട ഒന്നോ അതിലധികമോ വെബ് പേജുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റിലേറ്റഡ് വെബ് പേജസ് കണ്ടെയ്നിങ് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, ഓഡിയോ എക്സെട്ര. അപ്പൊ ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, ഓഡിയോ തുടങ്ങിയവയുടെ മുതലായവ അടങ്ങുന്ന ഒരു അനുബന്ധ വെബ് പേജുകളുടെ ഒരു കൂട്ടമാണ്. ഒരു അനുബന്ധ വെബ് പേജുകളുടെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റിലേറ്റഡ് വെബ് പേജ് കണ്ടെയ്നിങ് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, ഓഡിയോ എക്സെട്ര. വെബ്സൈറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വെബ്സൈറ്റ് refers to a collection of one or more web pages grouped under the same domain name. ഒരേ ഡൊമൈൻ നെയിമിൽ ഗ്രൂപ്പ് ചെയ്യപ്പെട്ട ഒന്നോ അതിലധികമോ വെബ് പേജിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, ഓഡിയോ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇന്റർനെറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. A website can be created and maintained by an individual, a group or an organization to serve a variety of purposes. അപ്പോൾ എന്താണ്? പല പർപ്പസിന് വേണ്ടിയിട്ടില്ലേ, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ എന്താണ് ഈ വെബ്സൈറ്റ് സൃഷ്ടിക്കാനും പരിപാലിക്കാനും കഴിയില്ലേ? മെയിൻറ്റെയിൻ ചെയ്യാനും സൃഷ്ടിക്കാനും സാധിക്കുന്നു. ഇപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഒരു ഓർഗനൈസേഷനോ എന്ത് ചെയ്യാം? ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നു. നമുക്കറിയാം www.flipkart.org അല്ലെങ്കിൽ നമുക്ക് www.amazon.com അങ്ങനെ നമുക്ക് പല ഗവൺമെന്റിനാണ് അങ്ങനെ പല സൈറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലേ? അപ്പം എന്താ വെബ്സൈറ്റ് എന്താ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ എ വെബ് പേജ് ആൻഡ് എ വെബ്സൈറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച വെബ് പേജും വെബ്സൈറ്റും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്താണ്? എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജ്. വെബ് പേജുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? വെബ്സൈറ്റ് എന്ന് വിളിച്ചത്. ഇനി എന്താണ് വെബ് പേജ്? ഫോർ എക്സാമ്പിൾ www.amazon.com is a website but there are thousands of web pages inside this website. അപ്പോൾ www.com എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ്സൈറ്റ് ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് എന്താ തൗസൻഡ്സ് ഓഫ് വെബ് പേജുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം വെബ് പേജും വെബ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി. എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജ്. വെബ് പേജുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ www.amazon.com is a website but there are thousands of web pages inside this website. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി.
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഇന്റർനെറ്റിലെ കുറച്ച് ടേംസ്, www, വെബ് ബ്രൗസർ, URL, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, IP അഡ്രസ്, HTML. പിന്നെ നമ്മൾ വെബ് പേജ് എന്താണെന്ന് പഠിച്ചു, ടൈപ്പ് ഓഫ് വെബ് പേജ് പഠിച്ചു, വെബ്സൈറ്റ് എന്താണെന്ന് പഠിച്ചു, ഡിഫറൻസ് ബിറ്റ്വീൻ വെബ് പേജും വെബ്സൈറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്തു. അപ്പൊ ഇതിന്റെ നോട്ട്സ് ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്താണ് എക്സ്പാൻഷൻ ഓഫ് www, HTTP എന്താണ് എന്നുള്ളത് ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ. അത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ടീച്ചറിന് നിങ്ങൾ റീഡ് ചെയ്യുന്ന വോയിസ് മെസ്സേജ് അയച്ചു ചെയ്യുക, നോട്ട് ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ് വേണ്ടി ചെയ്യാം. ഓക്കെ, താങ്ക്